9 വർഷത്തെ ദാമ്പത്യം ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ചതിന്റെ നടുക്കത്തിലാണ് വ്ളാത്താങ്കര ഗ്രാമം. വ്ളാത്താങ്കര RC ചർച്ചിന് സമീപം താമസിക്കുന്ന അൽമയെ ഭർത്താവ് വിഷ്ണുനാഥ് കുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ക്രൂരമായ വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും കുട്ടികൾ ഉണ്ടാകാത്തതിനെ ചൊല്ലിയുള്ള ആവർത്തിച്ചുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിഷ്ണുനാഥ് പോലീസിന് നൽകിയിരുന്ന മൊഴി. വർഷങ്ങളായി നീണ്ടുനിന്ന തർക്കം കൊലപാതകത്തിൽ അവസാനിച്ചെങ്കിലും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇത് വിശ്വസിക്കാനായിട്ടില്ല. പ്രണയിച്ച് വിവാഹിതരായവരാണ് വിഷ്ണുനാഥും അൽമയും. പുറം ലോകത്തിന് മുന്നിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഇവരുടെ വീടിനുള്ളിൽ നിന്ന് ഇതിനു മുൻപ് വലിയ ബഹളങ്ങളോ തർക്കങ്ങളോ കേട്ടിട്ടില്ലെന്ന് സമീപവാസികൾ പറയുന്നു. ശാന്ത സ്വഭാവക്കാരനായ PSC കോച്ചിംഗ് സെന്റർ അധ്യാപകൻ ഇത്തരമൊരു കൃത്യം ചെയ്യുമോ എന്ന അത്ഭുതത്തിലാണ് എല്ലാവരും. കൊലപാതകം നടന്ന ദിവസം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. കുട്ടികളില്ലാത്ത വിഷയത്തിൽ ദമ്പതികൾ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും പ്രകോപിതനായ വിഷ്ണുനാഥ് അൽമയുടെ കഴുത്തിന് കുത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കഴുത്തിനേറ്റ മാരകമായ മുറിവാണ് അൽമയുടെ പെട്ടെന്നുള്ള മരണത്തിന് കാരണമായത്. കൃത്യം നടത്തിയ ശേഷം സ്വയം കീഴടങ്ങുന്നതിന് പകരം വിഷ്ണുനാഥ് നേരെ പോയത് അഭിഭാഷകനായ തന്റെ സഹോദരന്റെ അടുത്തേക്കായിരുന്നു. താൻ ഭാര്യയെ കുത്തിയെന്ന വിവരം വിഷ്ണുനാഥ് സഹോദരനോടാണ് ആദ്യം വെളിപ്പെടുത്തിയത്. വിവരമറിഞ്ഞ് ഞെട്ടിയ സഹോദരൻ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് വ്ളാത്താങ്കരയിലെ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് കിടപ്പുമുറിയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അൽമയെയാണ്. വിവാഹം കഴിഞ്ഞ് 9 വർഷം തികയുമ്പോഴും കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ഒരു പെണ്ണിന് സ്വന്തം ജീവൻ തന്നെ ബലികൊടുക്കേണ്ടി വന്നു എന്നത് സമൂഹത്തിന് വലിയൊരു വേദനയാവുകയാണ്. ഒരു അധ്യാപകൻ കൂടിയായ വ്യക്തിയിൽ നിന്ന് ഇത്രയും അപരിഷ്കൃതമായ നീക്കമുണ്ടായതാണ് പോലീസിനെ കൂടുതൽ അന്വേഷണത്തിന് പ്രേരിപ്പിക്കുന്നത്. സ്നേഹിച്ച് വിവാഹം കഴിച്ചവർക്കിടയിൽ വീടിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന അസ്വസ്ഥതകൾ ആരും തിരിച്ചറിഞ്ഞില്ലെന്നത് ഈ ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു.